നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെവിടെയാണ് ഹെൽമെറ്റൊക്കെ വെച്ച് പോകാനായിട്ട് റെഡിയായി നിൽക്കുന്നതല്ലേ. ഞാൻ സിറ്റിയിലോട്ട് പോവാണേ. അപ്പോൾ നമുക്ക് പകൽ പോകാനായിട്ട് സാധിച്ചില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ രാത്രി പോകുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരു 7 മണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പോകുന്നത് ട്രിവാൻഡ്രത്തോട്ടാണ്. എനിക്ക് കുറച്ച് കേക്കിൻ്റെ മെറ്റീരിയൽസൊക്കെ വാങ്ങണമായിരുന്നു. 2-3 കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുമിച്ച് കുറേ സാധനങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രിവാൻഡ്രത്തെ സ്റ്റെയിൻസിൽ വന്നതാണ്, അട്ടക്കുളങ്ങരയിൽ. അപ്പോൾ ഇവിടെ നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള സകല സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഷോപ്പിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നേരത്തെ താഴെയും 2ാമത്തെ നിലയിലൊക്കെ ആയിട്ടായിരുന്നു സാധനങ്ങളുണ്ടായിരുന്നത്. ഇപ്പോൾ കേക്കിൻ്റെ മെറ്റീരിയൽസ് മുഴുവനും മുകളിലോട്ടാക്കിയിട്ടുണ്ട്. പിന്നെ താഴെയും ഉണ്ട്, പക്ഷേ കേക്കിൻ്റെ മെയിൻ സകല സാധനങ്ങളും ഏറ്റവും മുകളിലത്തെ നിലയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കേക്കിന് വേണ്ടി മാത്രം ഒരു സ്ഥലം അവർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പലതരം കാൻഡിൽസും ടോപ്പേഴ്സൊക്കെ ഇവിടെ ഒരുപാട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ബോർഡും ബോക്സൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ ഞാനിവിടെ നിന്ന് കുറച്ച് ബോർഡും ബോക്സും ഒക്കെ സെലക്ട് ചെയ്ത് വാങ്ങുന്നുണ്ട്. പിന്നെ എനിക്ക് വിപ്പിംഗ് ക്രീം വാങ്ങണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ നിന്നും ഒരു പാക്കറ്റേ വാങ്ങുന്നുള്ളൂ തൽക്കാലം, കാരണം എനിക്ക് മണക്കാട് ഷോപ്പിലും കയറണമായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ ട്രോപ്പോലൈറ്റിൻ്റെ ഒരു പാക്കറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ കണ്ടോ, നമ്മുടെ ഈ ഗിഫ്റ്റ് കൊടുക്കുമല്ലോ കേക്കിൻ്റെയൊക്കെ സർപ്രൈസ് ഗിഫ്റ്റ്, അതിൻ്റെ ബോക്സൊക്കെ വേണ്ട ഇവിടെ ഇരിപ്പുണ്ട്. എപ്പോഴെങ്കിലും എനിക്കും ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ആരും ഇതുവരെയും ഓർഡർ തന്നില്ല. ഒരാൾ ഓർഡർ എനിക്കങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർഡർ തരുന്ന ഒരു ഫ്രണ്ട് ഉറപ്പായി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നവംബറിലെങ്ങാണ്ടോ ആണ്. പിന്നെ കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ എന്ത് കേക്കാണ്, എൻ്റെ പേര് മറന്നുപോയല്ലോ, മറന്നുപോയി. എന്തായാലും നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ആ പേര്, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. പിന്നെ കുറച്ച് ബോർഡ് വാങ്ങണമായിരുന്നു. അപ്പോൾ പലതരം ബോർഡ് ഇതുപോലെ അടുക്കി നിറച്ച് ഇരിപ്പുണ്ട്. കുഞ്ഞു ബോർഡുണ്ടല്ലോ, നമ്മുടെ മിനി കേക്കിൻ്റെ, അതും കണ്ട വളരെ കുഞ്ഞു മിനി കേക്കിൻ്റെ ബോർഡ്, അതൊക്കെ ഇവിടെ ഒരുപാട് തന്നെ ഇരിപ്പുണ്ട്. എനിക്ക് പിന്നെ അതൊന്നും ആവശ്യമില്ല. ഞാൻ കുറച്ച് ബോർഡ് ബോക്സൊക്കെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് വാങ്ങി. പിന്നെ കണ്ടില്ലേ, ഈ ഭാഗത്ത് കേക്കിന് ആവശ്യമായിട്ടുള്ള സകല കളറും ബീഡ്സും അതിൻ്റെയൊക്കെ ഒത്തിരി ശേഖരം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെക്കൂടെ ജസ്റ്റ് ഒന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കട്ടർ, നമ്മുടെ കേക്കിൻ്റെ ഫോണ്ടിൻ്റെ കട്ടർ, പിന്നെ നൈഫ്, അങ്ങനെയുള്ള ചവറുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ അതിൻ്റെ ഈ സ്റ്റെയിൻസിൽ വന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ നേരെ പോകുന്നത് മണക്കാടോട്ടാണ്. മണക്കാട് എനിക്ക് കേക്കിൻ്റെ പ്രിൻ്റ് എടുക്കണമായിരുന്നു. സ്റ്റെയിൻസിലും പ്രിൻ്റ് ഉണ്ട്, പക്ഷേ അവിടെ എഡിബിൾ പ്രിൻ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. നമ്മുടെ ലേസർ പ്രിൻ്റ് അവിടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ലേസർ പ്രിൻ്റ് കൂടെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ മണക്കാട് ഷോപ്പിലേക്ക് വന്നത്. ഇവിടെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അവിടുത്തെ പോലെ ബൾക്കായിട്ടുള്ള കളക്ഷൻസ് ഇല്ല എങ്കിലും ഇവിടെ അത്യാവശ്യം നല്ല അവിടെ ഇല്ലാത്ത കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, അതാണ് സത്യം. പിന്നെ നമുക്ക് ഈ ബീഡ്സൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് നമുക്ക് കുറച്ച് നമ്മൾ അധികം ബീഡ്സൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ചീത്തായി പോവില്ലേ. പക്ഷേ അവിടെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ബീഡ്സൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ കുറച്ച് കുഞ്ഞു പാക്കറ്റിലായിട്ട്, അതായത് 30 ആ ഒരു റേഞ്ചിലൊക്കെയുള്ള ഒരുപാട് കളക്ഷൻ ഷുഗർ ബീഡ്സ് അല്ലല്ലോ, എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ബീഡ്സിലോട്ട് അറിയാണ്ടായിപ്പോയി. അല്ലാത്ത ബീഡ്സ് ഉണ്ടല്ലോ കേക്കിൽ വെക്കുന്നത്, ആ ബീഡ്സൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം നമ്മുടെ ചെറിയ ഹോം വർക്കേഴ്സിനൊക്കെ പറ്റിയ രീതിയിൽ വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ ഇവിടെ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറേ സാധനങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ കേക്കിൻ്റെ മുകളിൽ വെക്കുന്ന പല കളറിലുള്ള ബോൾസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് എൻ്റെ ഇവിടെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിവിടെ പ്രിൻ്റ് എടുക്കാനായിട്ട് കൊടുത്തിട്ട് ആ സമയം കൊണ്ടാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്.
പിന്നെ ഞാൻ കാരമലിൻ്റെ ഒരു സിറപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ല, അവിടത്തെക്കാളും ഇവിടുത്തെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി, കുഞ്ഞു കുഞ്ഞു നമ്മൾക്ക് കുഞ്ഞു ബോക്സുകളിലൊക്കെ ഇതുപോലെ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയത് എനിക്ക് ഇവിടെ കുറച്ചുകൂടെ അത് സൗകര്യമായിട്ട് തോന്നി. അപ്പോൾ ഞാനിവിടെ ചോദിച്ചിട്ടാണ് കേട്ടോ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു, വീഡിയോ എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, എന്നെ മാത്രം എടുക്കാണ്ടിരുന്നാൽ മതി, ബാക്കിയൊക്കെ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ അയാളുടെ ഫേസ് ഒന്നും കാണിക്കാണ്ട് ഇങ്ങനെ ഓരോ വീഡിയോസ് എടുക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിനോടുള്ള അവരുടെ പെരുമാറ്റം വളരെ നല്ല രീതിയിലുള്ള ഒരു സമീപനമാണ് അവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ, പ്രിൻ്റ് എടുക്കാൻ കൊടുത്തത് ഒന്ന് റെഡി ആയിട്ടുണ്ട്, ഞാൻ 2 എണ്ണം ചെയ്യാനായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ കഥാപാത്രങ്ങൾ നമ്മൾ കേക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അറിയാൻ പറ്റുന്നുണ്ട്. പെപ്പ പിഗ് എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ എന്ന്. ഞാൻ അന്വേഷിച്ചാണ് പിന്നെ മനസ്സിലായത്, ഓ ഇങ്ങനെയും കഥാപാത്രങ്ങളുണ്ടെന്ന്. പിന്നെ കേക്കിൻ്റെ ഈ ഷോപ്പിൻ്റെ പേര് ഇതാണ്, കേക്ക് സ്റ്റുഡിയോ എന്നാണ്. അപ്പോൾ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ മണക്കാട് വന്ന് വാങ്ങാൻ താല്പര്യമുള്ളവർ വന്ന് വാങ്ങിക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയും ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞത്ത് എത്തിയിട്ടുണ്ട്. വിഴിഞ്ഞത്തിൽ അഫ്സൽ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട്, അഫ്സൽ ഹോട്ടൽ. അപ്പോൾ അവിടെ വന്നു. ഇവിടുത്തെ ചിക്കൻ ഭയങ്കര ഫേമസ് ആണ്, നല്ല സ്പൈസിയാണ് ഇവിടുത്തെ ചിക്കൻ. അപ്പോൾ ആ ചിക്കൻ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പ്രത്യേകം പറഞ്ഞായിരുന്നു തിരിച്ചു വരുമ്പോഴേക്കും അവിടെ നിന്ന് ചിക്കൻ വാങ്ങണമെന്ന് പറഞ്ഞിട്ട്. എരിവ് ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല കട്ട എരിയാണ്. അപ്പം പിന്നെ എനിക്കാണെങ്കിൽ തീരെ എരി ഇഷ്ടമല്ല, പക്ഷേ സംഗതി നല്ല ടേസ്റ്റുമാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ജസ്റ്റ് 1-2 കഷ്ണം ഒന്ന് ടേസ്റ്റ് നോക്കുന്നതല്ലാതെ ഇത് എനിക്ക് പറ്റില്ല അധികം കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കരിക്ക് വാങ്ങാനായിട്ട് വന്നു. എനിക്ക് പിറ്റേ ദിവസം ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു 10-11 മണി ഏതാണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ 7 മണിക്കാണല്ലോ ഇവിടുന്ന് തിരിച്ചത്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നും പിറ്റേ ദിവസത്തെ കേക്ക് ഏതൊക്കെയായിരുന്നു എന്നും ഒക്കെയുള്ള വീഡിയോ ഞാൻ അടുത്ത സെക്കൻഡ് പാർട്ടിലിടാം. ഇതിലാണ് നമ്മളതൊക്കെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഒരുപാട് കൂടിപ്പോവും. അതുകൊണ്ട് ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബായ്.